ഏപ്രിൽ 2026 NIOS +2 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അസൈൻമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2026 ജനുവരി 31 ആണ്. നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആണ്. അതാത് സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ട് അസൈൻമെന്റ്സ് എഴുതുക, അപ്ലോഡ് ചെയ്യുക. അസൈൻമെന്റ്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കണ്ടന്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകാം. Tutor marked assignments TMA instruction. Step 1. Uploading of TMA will be available only as per the TMA uploading schedule mentioned by NIOS for each section. അപ്പോൾ ഓരോ സെക്ഷനും അനുസരിച്ചിട്ട് NIOS മെൻഷൻ ചെയ്യുന്ന TMA അപ്ലോഡിംഗ് ഷെഡ്യൂൾ അനുസരിച്ചിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യാനുള്ള TMA അവൈലബിൾ ആവുന്നത്. ഇനി സ്റ്റെപ്പ് 2. Submitting or uploading TMA is applicable only for the learners or students of Stream 1. ഇപ്പോഴത്തെ ഈ ഒരു TMA പ്രകാരം സ്ട്രീം 1, അതായത് ഏപ്രിൽ 2026 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സ്ട്രീം 1 ആണ്. സ്ട്രീം 1-നുള്ള TMA മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് സ്ട്രീം 1-ലുള്ളവർക്ക് മാത്രമാണ്. ഇനി സ്റ്റെപ്പ് 3. TMAs can be uploaded only for the subject for which the learner or student is registered in NIOS. അപ്പോൾ ഒരു ലേണർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണോ NIOSൽ പഠിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ആ സബ്ജക്റ്റുകളുടെ TMA മാത്രമേ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവുകയുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അത് മാത്രമേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. TMAs of subjects selected for transfer of credit can be uploaded. നിങ്ങൾ അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ +2 ഒക്കെ നേരത്തെ ചെയ്തിട്ട് ഫെയിലായിട്ട് NIOSലേക്കൊക്കെ രജിസ്റ്റർ ചെയ്ത് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ആദ്യം +2 ചെയ്ത സമയത്ത് ജയിച്ച സബ്ജക്റ്റുകളൊക്കെ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് TMA ഇല്ല, അസൈൻമെൻറ്റ്സ് ഇല്ല എന്നും കൂടി മനസ്സിലാക്കുക. സ്റ്റെപ്പ് 4. Once the due date for submitting or uploading TMA is over, learner or student will be able to upload the TMA only after paying the TMA late fee online through the student portal. ഇനി നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം എന്താണ്? ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ് എന്ന്. NIOSന് വേണമെങ്കിൽ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്യാം. നിലവിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31, 2026 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പോയാൽ ആ ഒരു ലേണറിന് വീണ്ടും TMA അപ്ലോഡ് ചെയ്യാം. പക്ഷേ NIOS പറയുന്നൊരു ഫീസ് അടയ്ക്കണം. അതൊരു സബ്ജക്റ്റിന് ഒരു 1600 ഒക്കെ വരുള്ളൂ. മനസ്സിലായോ? അതായത് ഒരു സബ്ജക്റ്റിന് 1600 രൂപയൊക്കെ ഫൈൻ ചിലപ്പോൾ കയറി വരും കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ ലേറ്റ് ഫീ ഒന്നും ഇല്ലാതെ TMA അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. ഇനി സ്റ്റെപ്പ് 5. Before uploading the TMA, please ensure that the correct TMA is selected for upload. TMA once submitted cannot be submitted or uploaded again. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് TMA അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതാത് സബ്ജക്റ്റുകളുടെ TMA ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ TMA അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് കാണും, ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വേണം ചെയ്യാൻ കേട്ടോ. ഇനി സ്റ്റെപ്പ് 6. TMA status can be seen from the TMA status on TMA tile on the student dashboard. ഓരോ സ്റ്റുഡൻസിൻ്റെയും ഡാഷ്ബോർഡിൽ അവരവരുടെ TMA സ്റ്റാറ്റസ് നമുക്കറിയാൻ സാധിക്കും. അതായത് അപ്ലോഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ TMA ഇവാലുവേഷനൊക്കെ നടത്തിയതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ അതാത് സ്റ്റുഡൻസിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. സ്റ്റെപ്പ് 7. There are 4 steps in the process of uploading the TMAs. TMA അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്ന്, ആദ്യം അതാത് സബ്ജക്റ്റുകളുടെ TMA ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. 2, പ്രിപ്പയർ ഹാൻഡ് റിട്ടൺ TMAs വിത്ത് മാർക്കിംഗ് ഈച്ച് പേജ് വിത്ത് പേജ് നമ്പർ. അപ്പോൾ ഓരോ TMA ക്വസ്റ്റ്യൻസും എടുത്ത് നമ്മൾ അത് നമ്മുടെ കൈപ്പടയിൽ എഴുതണം, ഹാൻഡ് റിട്ടൺ ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ പേജിനും പേജ് നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. സ്റ്റെപ്പ് 3.
scan the handwritten TMAs into PDF for each subject separately. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും അസൈൻമെൻറ്റ് എഴുതിയതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ 6 പേജോ 10 പേജോ 13 പേജോ ഒക്കെ വരാം അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതുന്നതിനനുസരിച്ചിട്ട് അത്രയും പേജുകൾ നിങ്ങൾ സ്കാൻ ചെയ്ത് അത് PDF ആക്കണം. പേജ് നമ്പറിൻ്റെ ഓർഡറിൽ PDF ആക്കണം. സ്റ്റെപ്പ് 4, അപ്ലോഡ് ദ TMAs സേവ്ഡ് ഇൻ ടു PDF ഫയൽ. അങ്ങനെ PDF ഫയലിലാക്കിയ TMA നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നോട്ട്: each online activity of the learner or student will be tracked and monitored on the portal starting from login till logout. IP address and system environment of the device or laptop or computer or mobile IMEI will be monitored for security reasons and for further analysis to improve the system. Now, you can re-upload your TMA once only within the 7 days ഫ്രം യുവർ അപ്ലോഡ് ഡേറ്റ്. പിന്നെ നമ്മൾ NIOSൻ്റെ സൈറ്റിൽ കയറി ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ TMA സംബന്ധിച്ച് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇൻ കേസ് നിങ്ങൾ ഒരു TMA അപ്ലോഡ് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് വിചാരിക്കാം. അപ്പോൾ ആ TMA അപ്ലോഡ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ ഒരൊറ്റ തവണ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. 7 ദിവസത്തിനുള്ളിൽ ഒരൊറ്റ തവണ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയാൽ ആ 7 ദിവസം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ ഇങ്ങനെ നീട്ടി വെച്ച് ഒരു ജനുവരി 28 കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ആ 7 ദിവസം കിട്ടുമോ? ഇല്ല. നിങ്ങൾ ആ 31 തീയതി എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് കഴിഞ്ഞു പോയാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ അപ്പോൾ ശ്രദ്ധിച്ചില്ല, പിന്നെ എപ്പോഴെങ്കിലും ഈ PDF ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പേജ് നമ്പറിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെന്നോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ TMA അപ്ലോഡ് ചെയ്യുന്നതുമായിട്ട് സംബന്ധിച്ച് ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആദംസ് അക്കാദമി. എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ TMA അപ്ലോഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഒരു യാത്രയിൽ നിങ്ങളോടൊപ്പം ആദംസ് അക്കാദമിയും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. താങ്ക് യു.